ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ് സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഗെയിൻ നമ്മളെങ്ങനെ ടാക്സ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ എത്ര ടാക്സ് കൊടുക്കണം, അതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമ്മൾ ഒരു പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ സീരീസ് 12ാമത്തെ എപ്പിസോഡ്. ഇതിന് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ടാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ഫുള്ളായിട്ടും എല്ലാവരും കാണണം. സോ വെൽക്കം ടു ദ 12th എപ്പിസോഡ് ഓഫ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. മ്യൂച്വൽ ഫണ്ട്സിലെ ടാക്സേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സ് എവിടെയാണ് എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതായത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടാക്സിൻ്റെ ഒരു കാര്യം നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഒരു ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ടാക്സ് കൊടുക്കുന്നത്? അതായത് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് അതിനൊരു പ്രോഫിറ്റ് നമ്മൾ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു ഒരു ആവശ്യമാണ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിൽ ബാധകമാകുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എത്ര നാൾ നമ്മൾ ഹോൾഡ് ചെയ്തു, അത് എത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് എടുത്തത് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു പ്രധാനമായിട്ടും ടാക്സേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺസ് നമ്മൾ ആയിക്കഴിയുമ്പോൾ, അതായത് നമ്മൾ റിട്ടേൺസ് ആയി കഴിയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം. അത് കാരണം ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ആ 2-3 ആസ്പെക്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന്. അതായത് ലോങ് ടൈമിലേക്ക് വരുന്ന ഗെയിനുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾ എപ്പോഴാണ് എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടാക്സേഷൻ്റെ ഒരു ആംഗിൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഈ ഒരു ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് ടാക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ടാക്സ് ആംഗിളുകൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, പിന്നെ അതിൻ്റെ ടാക്സേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ടാക്സിൻ്റെ റൂള് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടൈപ്പിനെ, അത് ഏത് ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ആണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒന്നാമത്തെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് അത് വരുന്നത് സ്വാഭാവികമായിട്ടും 65% കൂടുതൽ ഇക്വിറ്റിയിൽ, സ്റ്റോക്സിൽ എക്സ്പോഷർ ഉള്ള ഫണ്ടുകളെ നമ്മൾ ഇക്വിറ്റി ഫണ്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്സാമ്പിൾസ് ലാർജ് ക്യാപ് ഫണ്ടുകൾ, മിഡ് ക്യാപ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ് ഫണ്ടുകൾ, ഇതൊക്കെ ഈ പറഞ്ഞ ഇക്വിറ്റി ടാക്സേഷനിൽ വരുന്ന ഫണ്ടുകളായിരിക്കും. അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അത് പ്രധാനമായിട്ടും ബോണ്ടുകളിലും അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ലിക്വിഡ് ഫണ്ട്സ്, ഗിൽഡ് ഫണ്ട്, ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളായിരിക്കും. മൂന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ട്സ് ആണ് അതിനെ പറയുന്നത്. അതായത് ഇക്വിറ്റിയും ഡെറ്റിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിരിക്കും ഈ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സേഷനും അതിൻ്റെ ഇക്വിറ്റി എക്സ്പോഷർ, അതായത് 65% ഇക്വിറ്റിയിൽ കൂടുതലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇക്വിറ്റി ടാക്സേഷൻ്റെ റൂളിലായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ ഹൈബ്രിഡ് ഫണ്ട് ആണെങ്കിലും 60% കൂടുതൽ ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റിയുടെ ടാക്സേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫണ്ടിൻ്റെ ടൈപ്പ് അറിഞ്ഞാൽ അതായത് ഫണ്ടിൻ്റെ ടൈപ്പും എത്രയൊക്കെ തരത്തിലാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ടാക്സിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നും നമുക്ക് അതിൻ്റെ ഒരു ആംഗിളുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ടാക്സേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ ടാക്സേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റ്സ് ലോങ് ടൈമിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. ഈ ലോങ് ടൈം എന്ന് പറയുന്നതിൻ്റെ വർഷം എത്രയാണ്? അത് ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ നമ്മൾ 1 കൊല്ലത്തിന് മുകളിൽ വരുന്ന ഫണ്ടുകളെ എല്ലാം, അത് 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്ന ഗെയിനുകളെ എല്ലാം, അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 1 കൊല്ലം കഴിയുമ്പോൾ അത് വിറ്റ് റിയലൈസ് ചെയ്യുന്ന ഗെയിന് മാത്രമേ ടാക്സ് വരുള്ളൂ. അല്ലാതെ 1 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുന്നില്ലെങ്കിൽ ആ ഗെയിൻ ടാക്സബിൾ അല്ല. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വിൽക്കുന്ന ഇക്വിറ്റി ഫണ്ട്സിന് എല്ലാം നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഫണ്ട്സ് ആണ്. ഡെറ്റ് ഫണ്ട്സിൽ 3 കൊല്ലം അതിൽ കൂടുതൽ, അപ്പോൾ 3 കൊല്ലത്തിന് മുകളിൽ വരുന്ന എല്ലാ ഫണ്ടുകളും ഈ പറഞ്ഞ ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിൽ 3 കൊല്ലത്തിന് മുകളിൽ വരുന്ന എല്ലാം ടാക്സ് ആപ്ലിക്കബിൾ ആയിരിക്കും. അടുത്തത് ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. ഹൈബ്രിഡ് ഫണ്ട്സ് എന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വിറ്റിയുടെ എക്സ്പോഷർ, അതായത് 65% കൂടുതൽ ഇക്വിറ്റിയിൽ വരുന്ന കാര്യങ്ങൾക്ക് ഇക്വിറ്റിയുടെ ടാക്സേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കൊല്ലത്തിൽ കൂടുതൽ ഇക്വിറ്റിയിലാണ് കിടക്കുന്നതെങ്കിൽ
ഈ പറഞ്ഞ അതിൻ്റെ ടാക്സേഷൻ, അതിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സേഷൻ ആയിരിക്കും വരുന്നത്. ഡെറ്റിലാണെങ്കിൽ അതുപോലെ ആ ഡെറ്റിൻ്റെ ടാക്സേഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഈ ടാക്സിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് 2021 ലാസ്റ്റ് ഫൈനാൻസ് ബില്ല് പ്രകാരം, ലാസ്റ്റ് ടാക്സേഷൻ സ്ലാബ് പ്രകാരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ഇപ്പം അതായത് 1,25,000 വരെ നമുക്ക് ടാക്സ് ഇല്ലാതെ നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. ഇനി 1,25,000 മുകളിലാണെങ്കിൽ ആ 1,25,000 മുകളിൽ എത്ര എമൗണ്ട് വരുന്നുണ്ടോ ആ എമൗണ്ടിൻ്റെ 12.5% ആയിരിക്കും നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1.25 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു കൊല്ലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. ബാലൻസ് ഉള്ള 75,000 രൂപയുടെ 12.5% എന്ന് പറയുന്നത് ഒരു 9,375 രൂപ. ഇങ്ങനെയായിരിക്കും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇക്വിറ്റി ഫണ്ടുകളിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഡെറ്റ് ഫണ്ട്സിൽ എങ്ങനെയാണ് ലോങ് ടൈം ബെനിഫിറ്റ്സ് നോക്കാം. അതായത് ഡെറ്റ് ഫണ്ട്സിൽ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ സ്ലാബുകളോ കാര്യങ്ങളില്ല. അതെല്ലാം നമ്മളുടെ ഗെയിൻ, അതായത് നമ്മളുടെ ഇൻകം സ്ലാബിൽ എത്രയാണോ വരുന്നത് അതനുസരിച്ച് നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ വരുന്ന ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇനി ഇക്വിറ്റി ഫണ്ട്സിന് ലോങ് ടൈം അതായത് ലോങ് ടൈം ഹോൾഡിംഗ് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഇക്വിറ്റി ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറവായതുകൊണ്ട്, അതായത് ഷോർട്ട് ടൈമിനെ അപേക്ഷിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിറ്റി ഫണ്ട്സൊക്കെ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു പേഷ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ റിട്ടേൺസ് നിങ്ങൾക്ക് പേ ഓഫ് ചെയ്യുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണെന്നുള്ളതാണ്. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഒരു വർഷത്തിൽ താഴെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെല്ലാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഒരു വർഷത്തിൽ താഴെ ആയിരിക്കണം നമ്മുടെ യൂണിറ്റ്സുകൾ നമ്മൾ പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാറ്റഗറി എന്ന്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത്? അത് ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി ഫണ്ട്സിലാണെങ്കിൽ ഒരു കൊല്ലത്തിൽ താഴെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ ടാക്സേഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, അതിൻ്റെ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഫിറ്റിനെ നമ്മുടെ സ്ലാബിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ വരുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സ്ലാബ് ഏതിലാണോ അതനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം. അടുത്ത ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. ഹൈബ്രിഡ് ഫണ്ട്സ് നമ്മൾ പറഞ്ഞു ഇക്വിറ്റി ഫണ്ട്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 65% നമ്മൾ മുമ്പ് പറഞ്ഞാണ് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ ആയിരിക്കും ടാക്സേഷൻ വരുന്നത്. ഇനി ടാക്സിൻ്റെ റേറ്റ്സ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ റേറ്റിലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത്? ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട്സിൽ ഷോർട്ട് ടേമിലാണ് നിങ്ങളുടെ ഗെയിനെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത് ആ ഗെയിൻ്റെ 20% നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് ടാക്സ് കൊടുക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ പറഞ്ഞ പോലെ 1,20,000 എക്സംഷൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഉണ്ടാവില്ല. ഇനി അടുത്ത് ഡെറ്റ് ഫണ്ട്സിലാണ് നിങ്ങൾ എങ്ങനെ ടാക്സ്, അതായത് നിങ്ങളുടെ ഇൻകം സ്ലാബ് ഏതാണോ 5%, 20%, 30%, ആ സ്ലാബിൽ നമ്മുടെ ഇൻകം ആഡ് ചെയ്തിട്ട് നമ്മളതിന് ടാക്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഡെറ്റിൻ്റെ ടാക്സേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ലാബ് പ്രകാരം ആയിരിക്കും. ഇനി ഷോർട്ട് ടേമിൽ സെല്ല് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണല്ലേ, കാരണം നമ്മൾ ഈ ടാക്സിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ. കാരണം ലോങ് ടേമിലാണ് നമുക്ക് 1.25% എക്സംഷൻ ഉണ്ട്. അതുകൂടാതെ ടാക്സേഷൻ എന്ന് പറയുന്നത് 12.5% മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഷോർട്ട് ടേമിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എക്സംഷൻസ് ഒന്നുമില്ലാതെ 20% ടാക്സ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് പ്രൂഡൻ്റ് ആയിട്ട് ലോങ് ടേമിലേക്ക് ഫണ്ട്സ് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടൈപ്പ് ഓഫ് സ്കീംസും അതിൻ്റെ ടാക്സിൻ്റെ ഒരു ആംഗിൾ, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടാക്സ് വരുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുമാതിരിപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനൊക്കെ സംശയമുള്ള മേഖലകൾ നമ്മളിവിടെ പ്രതിപാദിച്ചു, നമ്മൾ നിങ്ങളോട് സംസാരിച്ചു. ഇനി വേറെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നതായിരിക്കും. ഇനി കുറച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള, അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതലായിട്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ലോങ് ടേം ഒരു ഹൊറൈസൺ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു ഇക്വിറ്റി ഫണ്ട്സിൽ ഇപ്പോൾ SIP ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സിൽ ലംസം ചെയ്യുന്ന ആളുകളോ സാധാരണ ചെയ്യുന്നത് ഒരു വർഷത്തിൽ താഴെ എന്ന പീരീഡ് നോക്കാതെ അവരെന്ത് ചെയ്യും, അവർ മാർക്കറ്റ് താഴേക്കുമ്പോൾ പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പാനിക്കായിട്ട് നമ്മൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഈ 1,25,000 രൂപ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിസ്സാവും. 2, നിങ്ങളുടെ ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് 12.5% എന്ന് പറഞ്ഞ സ്ലാബും നിങ്ങൾക്ക് മിസ്സാവും. പക്ഷെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്,
നിങ്ങൾക്ക് ഈ രണ്ട് ഗുണങ്ങളും കിട്ടാതെ നിങ്ങൾ 20% ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നാമത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് 1 കൊല്ലത്തിന് മുകളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ SIP ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ SIPകൾക്ക് സാധാരണ ആളുകൾക്കൊരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ജനുവരി മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ എൻഡ് ചെയ്യുന്ന ഒരു SIPക്ക് എല്ലാ മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് 1 കൊല്ലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റില്ല. അതായത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് ജനുവരി മാസം ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് 12 മാസം കവർ ചെയ്യണം. അതുപോലെ തന്നെ ഡിസംബർ മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതും അതും 12 മാസം കവർ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ യൂണിറ്റും നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് SIP 1 കൊല്ലത്തെ SIP എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ ടാക്സിൽ നിന്നുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് നല്ല ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇതുകൂടെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് തിരഞ്ഞെടുക്കുക, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ടാക്സേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ആളുകൾ അതും ആരും മൈൻഡ് ചെയ്യാറില്ല. കാരണം ആളുകളുടെ ധാരണ എന്ന് പറയുന്നത് ആ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒട്ടും പ്രാക്ടിക്കലി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട്സിലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഞങ്ങൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഇനിയും തുടരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, വ്യക്തമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങളും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കും ഒരുപാട് ലാഭം ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ഏറ്റവും ബെസ്റ്റ് ആവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.